എല്ലാവർക്കും ഗ്രാനി മാർക്കറ്റിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കുകളെ പറ്റിയാണ്. ഓക്കെ, 4/5/2026 ബ്രേക്ക് ഔട്ട് സ്റ്റോക്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണ് ലോറിസൺ ലാബ്സ് ലിമിറ്റഡ്. ഒരു 1 ഡേ ടൈം ഫ്രെയിമാണ് നമ്മൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അതിനകത്തൊരു ബ്രേക്ക് ഔട്ട് ഹാപ്പൻ ചെയ്തതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഒരു പ്രോപ്പർ പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഏത് പാറ്റേൺ ആണെന്ന് നമുക്ക് നോക്കാം. ഒരു ഡബിൾ ബോട്ടം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഞാനതിൻ്റെ ഇമേജ് എടുക്കാം. ഡബിൾ ബോട്ടം പാറ്റേൺ ആണ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഡബിൾ ബോട്ടം പാറ്റേണും ഉണ്ട്, അതേ മോഡൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡബിൾ ടോപ്പും ഉണ്ട്. ഇതിനകത്ത് ഡബിൾ ബോട്ടം 2 തവണ മാർക്കറ്റിൽ അതിൻ്റെ ബോട്ടം ടെസ്റ്റ് ചെയ്ത് ഒരു നെക്ക് ലൈൻ ഫോം ചെയ്യും, ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ ഡബിൾ ബോട്ടം പാറ്റേൺ എന്ന് വിളിക്കും. ഡബിൾ ബോട്ടം പാറ്റേൺ നെക്ക് നെയിലിൽ എത്തുന്ന സമയത്ത് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാകുന്ന സമയത്താണ് ഒരു ഹ്യൂജ് അപ് ട്രെൻഡിലേക്ക് പോകുന്നത്. ഇത് വൺ ഓഫ് ദി പ്രൈസ് ആക്ഷൻ പാറ്റേൺ ആണ്. നമുക്കിപ്പോൾ അതിനകത്ത് റെസിസ്റ്റൻസ് നമ്മൾ വരച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ചെയ്യുന്നത് വരയ്ക്കാം. ഒരു ഡബ്ല്യു പാറ്റേൺ ഫോം ചെയ്തതിന് ശേഷം നമുക്കൊരു റീടെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ആ ഏരിയയിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റും, ഒരു റീടെസ്റ്റ്മെൻറ്റ്, ഒരു പുൾ ബാക്ക് ഉണ്ടായിട്ടുണ്ട്. ആ പുൾ ബാക്കാണ് അവിടെ ഇപ്പോൾ നമ്മൾ ഓവൽ ഷേപ്പിൽ നോട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ബ്രേക്ക് ഔട്ട് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം. നമുക്കതിനകത്ത് ബ്രേക്ക് ഔട്ട് ഒന്ന് എഴുതി വെക്കാം. ബ്രേക്ക് ഔട്ട് ഹാപ്പൻഡ് എന്ന്. ബ്രേക്ക് ഔട്ട് ഓക്കെ. അതുകൂടാതെ ഒരു ഹ്യൂജ് വോളിയം കൂടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും, ഒരു വോളിയം ബിൽഡപ്പും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ഉണ്ടായ സമയത്ത് ഒരു മാർക്കറ്റിലുണ്ടായ ഒരു വോളിയം, അതിനെ സൂചിപ്പിക്കാൻ വോളിയം നമ്മൾ അടയാളപ്പെടുത്തുന്നത് ഇത് വോളിയം ബിൽഡപ്പ്. അതിനുശേഷം നമുക്കതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് റഫായിട്ട് ഡ്രോ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നോർമലി പാറ്റേൺ ഉണ്ടാകുന്നത്. ആദ്യം ഒരു ഡൗൺഫാൾ പോലെ വരും, അതിനുശേഷം ഒരു അപ് ട്രെൻഡ് ഉണ്ടാകും, അതിനുശേഷം വീണ്ടും ഒരു ഡൗൺഫാൾ പോലെ വരും. ഈ സമയങ്ങളിൽ അവിടെ നിന്നൊരു റീടെസ്റ്റ്മെൻറ്റ്, ഒന്നുകിൽ ചില സമയത്ത് റീടെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും, അതല്ലെങ്കിൽ ഒരു നോർമൽ ഒരു അപ്സൈഡ് ബ്രേക്ക് ഔട്ട് ഉണ്ടായി മുകളിലേക്ക് പോകുന്നതാണ് കൂടുതലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇതുപോലുള്ള പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യുന്നത്. അടുത്ത നമ്മുടെ സ്റ്റോക്കാണ്. അടുത്ത നമുക്ക് സ്റ്റോക്കിലേക്ക് പോകാം. അടുത്ത നമ്മുടെ സ്റ്റോക്കാണ് ഇൻഡിജൻ എന്ന് പറയും. അതിൻ്റെ നിക്ക് നെയിം ഇൻഡിജൻ ലിമിറ്റഡ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്ക്. ഇതൊരു 1 ഡേ ടൈം ഫ്രെയിം നമുക്കെടുക്കാം. ഇതൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടാണ് കൂടുതൽ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. ഓക്കെ, എസ്പെഷ്യലി ഒരു ട്രെൻഡ് ലൈനാണ് ഇതിനകത്ത് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഇൻഡിജൻ ലിമിറ്റഡ് 1 ഡേ. നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനും കൂടിയാണ് ടൈപ്പ് ചെയ്യുന്നത്. 1 വീക്ക് ടൈം ഫ്രെയിം നമുക്ക് യൂസ് ചെയ്യാം തൽക്കാലം. 1 ഡേയിലും 1 വീക്കിലും അതുണ്ടായിട്ടുണ്ട്. പാറ്റേൺസ് നമുക്കത് കാണാൻ പറ്റും. നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, അതിൻ്റെ ബോഡി ടച്ച് ചെയ്ത് നമുക്ക് അതിനകത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് റെസിസ്റ്റൻസ് സോണുകളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം. കൂടുതലായിട്ട് റീടെസ്റ്റ് ചെയ്ത ഏരിയ, ഫസ്റ്റ് റീടെസ്റ്റ് ചെയ്ത ഏരിയ, സെക്കൻഡ് റീടെസ്റ്റ് ചെയ്ത ഏരിയ, നെക്സ്റ്റ് തേർഡ് റീടെസ്റ്റ് ചെയ്ത ഏരിയ, ഫോർത്ത് റീടെസ്റ്റ് ചെയ്ത ഏരിയ. അതിനുശേഷം ഒരുപാട് വീക്സ് കഴിഞ്ഞിട്ടാണ് ഇതൊരു ബ്രേക്ക് ഔട്ട് തന്നെ ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ബ്രേക്ക് ഔട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം. ബ്രേക്ക് ഔട്ട് ഹാപ്പൻഡ് ഹ്യൂജ്. ഓക്കെ, നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അടുത്ത നമുക്കിതിനകത്ത് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വന്ന സോൺ കൂടെ നമുക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിനകത്തൊരു ഇൻക്രീസിൻ്റെ ആരോ, ഏറ്റവും ഒരു ഹ്യൂജ് അപ് ട്രെൻഡാണ് മാർക്കറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൂടാതെ നമുക്ക് റെസിസ്റ്റൻറ്റ് സോൺ